ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ രാവിലെ തന്നെ ഇതാ കുട്ടികളൊക്കെ ഒരുക്കി സ്കൂൾക്ക് പറഞ്ഞേക്കണ തിരക്കിലാണ് കേട്ടോ. എന്താ പറയുക, യൂണിഫോം മോൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ചെറിയവൾക്ക് ഈ വർഷം മുതലാണ് മഫ്ത മക്കനൊക്കെ നിർബന്ധമല്ല മഫ്ത ഇടണം എന്ന് ഉസ്താദ്മാരൊക്കെ പറഞ്ഞിട്ട്, സ്കൂളിൽ തന്നെയാണ് മദ്രസ ഉള്ളത്. അപ്പോൾ ഉസ്താദ്മാരൊക്കെ ഈ വർഷം മുതലെങ്കിലും മഫ്ത ഉപയോഗിക്കണം, തൊപ്പി ബോയ്സ് തൊപ്പി ഉപയോഗിക്കണം എന്നൊക്കെ എന്നും മെസ്സേജ് വരും കേട്ടോ. അപ്പോൾ അവൾക്കാണെങ്കിലും ഇപ്പോൾ സ്റ്റാർട്ടിങ് അല്ല, അതുകൊണ്ടേക്കാരം ഭയങ്കര ഇഷ്ടം കേട്ടോ മഫ്ത ഇടണം മക്ക ഇടണൊക്കെ. അപ്പോൾ അത് ശരിയാക്കി കൊടുക്കണം. ഇവിടെ ഇപ്പോൾ മുറ്റത്ത് ചെറുതായിട്ടൊരു പന്തലൊക്കെ ഉണ്ട്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും നോക്കണ്ടേ, ഇന്ന് ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ, കുറച്ച് ഗസ്റ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു ഒരുക്കാണ്. രാവിലെ തന്നെ രണ്ടെണ്ണന്മാരൊക്കെ വിളിച്ചിട്ട് മുറ്റൊക്കെ ക്ലീൻ ആക്കിയിരുന്നു. നമ്മൾ മുറ്റത്ത് നിറയെ സാധനങ്ങളാണ്, വീട് പണിൻ്റെ സാധനങ്ങളൊക്കെ നിരന്ന് കിടക്കുന്നത്, ചളിയും മൊത്തത്തിൽ കച്ചറാണ് ഇപ്പോൾ. അപ്പോൾ അതൊക്കെ രാവിലെ തന്നെ ഇതാ ക്ലീൻ ആക്കണുണ്ടില്ലേ. അപ്പോൾ ഒരു സൈഡ് കംപ്ലീറ്റ് കണ്ട് കാലിയാക്കിയിട്ട് പന്തലൊക്കെ ഇട്ടിക്കണ്, മറ്റേ സൈഡിൽ കച്ചറ കൂടിയാണ് കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ പന്തലും ആൾക്കാർ ഇതൊക്കെ ഉണ്ട്, ഒരുക്കങ്ങളൊക്കെ കണ്ടപ്പോഴേ ഇവർക്ക് സ്കൂൾക്ക് പോകാൻ മതി. എന്നിപ്പോൾ അവരൊക്കെ വരില്ല, ഞങ്ങൾ പോകണമെന്നൊക്കെ ചോദിക്കണേ. അപ്പോൾ നിങ്ങൾ വന്നതിന് ശേഷമാണ് നമ്മൾ പരിപാടി, രാത്രി പരിപാടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാം സ്കൂൾ പോയിട്ട് റെഡി ആയിട്ട് വരിക കേട്ടോ. അങ്ങനെ സോപ്പിട്ട് പറഞ്ഞേക്കണം കേട്ടോ. അവരെ സ്കൂൾ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. ഒരാൾ മുഖത്ത് നിറയെ ക്രീമൊക്കെ തേച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എന്തിനു തേക്കുന്നത്? ഞങ്ങളെല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്ത് കൊടുക്കേണ്ട മുഖത്ത്. ഓക്കെ, അങ്ങനെ കുട്ടികളൊക്കെ സ്കൂൾക്ക് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എന്താ കുറച്ച് പണികളൊക്കെ ഉണ്ട് ബാക്കി. ഉള്ളിലൊക്കെ കുറച്ച് ഒതുക്കാണ്ട്, പുറത്തുള്ള പണിയൊക്കെ പിന്നെ മറ്റുള്ളവരൊക്കെ നോക്കുന്നുണ്ട്. ഉള്ളിലൊക്കെ കുറച്ച് നമ്മൾ എന്താ പറയുക, ഡ്രസ്സും ബെഡ്ഷീറ്റും റൂമൊക്കെ നന്നാക്കി എടുക്കാണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ച് റെഡിയാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ പരിപാടി ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട്. ഗസ്റ്റ് പറഞ്ഞാൽ നമ്മൾ അനിയൻ്റെ വിവാഹം ഉറച്ചിട്ടുണ്ട്. അനിയൻ എന്ന് വെച്ചാൽ എൻ്റെ അനിയനല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ ചെറിയ അനിയനായിട്ട്. ചെറിയ രണ്ട് അനിയന്മാരുള്ളത്. ഒരാൾ പിന്നെ കല്യാണം കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട്, രണ്ടാമത്തവൻ്റെ കല്യാണം ഉറച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് മുമ്പ് ഒരു വ്ളോഗിൽ എന്തോ ഇപ്പോൾ കാണാൻ പോയ ഒരു ചെറുതായിട്ടൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കി പാർട്ട് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഫംഗ്ഷൻ തന്നെ എൻഗേജ്മെൻറ്റാണ് നെക്സ്റ്റ് വീക്ക് കേട്ടോ. അപ്പോൾ എൻഗേജ്മെൻറ്റിൻ്റെ മുമ്പായിട്ട് അവരെ വീട്ടുകാർ ഞങ്ങൾ പോയിന്, അവരെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ അവരെ വീട്ടുകാർ തിരിച്ചിങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വരവാണ് ഇന്നുള്ളത് കേട്ടോ. അതിൻ്റെ ഒരു ചെറിയൊരു പരിപാടിയാണ് ഇന്ന്. അങ്ങനെ ഒരുപാട് ആൾ കൂടിയിട്ടുള്ള പരിപാടിയൊന്നുമില്ല. പിന്നെ അകത്ത് എല്ലാവരും കൂടി നിന്ന് കണ്ട് പിന്നെ ഒരു എന്താ പറയുക, ഒരു സൗകര്യക്കുറവ് വേണ്ട വെച്ചിട്ടാണ് പുറത്ത് ചെറിയൊരു പന്തലൊക്കെ ഒരുക്കിയത് കേട്ടോ, ഭക്ഷണത്തിന് മാത്രമായിട്ട്. അപ്പോൾ അടിയിൽ നമ്മളെ മുറ്റത്ത് മഴയൊക്കെ പെയ്തിട്ട് നിറയെ ചളിയാണ് കേട്ടോ. മണ്ണ് നല്ല ചുവന്ന മണ്ണ്. പിന്നെ മുറ്റത്ത് പണി ഇറക്കുന്നിടത്ത് നിന്നിട്ട് മയത്തുകൊണ്ട് ഒലിച്ച് വരുന്നുണ്ട്. നമ്മളെ കട്ടമ്മലും മുറ്റത്തൊക്കെ കച്ചറയും അപ്പോൾ ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇന്നിപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്, നാത്തുമാരും അനിയന്മാരും വൈഫും എല്ലാവരും ഇപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെയാണല്ലോ. അപ്പോൾ അത് നിറയെ റൂമിലൊക്കെ നിറയെ സാധനങ്ങളും പെട്ടികളും. അൾമാറയിലൊക്കെ എൻ്റെ മക്കളൊക്കെ സാധനങ്ങളാണല്ലോ ഓൾറെഡി. അപ്പോൾ അതൊന്നും തുറന്നിട്ടില്ല, അവർ കൊടുന്ന പെട്ടി തന്നെയാണ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഇന്ന് 2 പേര് വരുന്നുണ്ട്, എൻ്റെ ഹസ്ബൻഡും മറ്റേ അനിയനും വരുന്നുണ്ട് കേട്ടോ ഗൾഫിൽ നിന്ന്. അപ്പോൾ അവരെ വെട്ടിയാണ് ഇപ്പോൾ അകത്തേക്ക് നീക്കിയിട്ടത്. അപ്പോൾ ഈ ഡ്രസ്സാണ് ഇപ്പോൾ ഞാൻ ഇന്ന് ഇടുന്നത്. ഇന്നലത്തെ വ്ളോഗ് ഞാൻ പറഞ്ഞിരുന്നു, ഞാനിന്ന് ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. നല്ല കോട്ടൺ ചുരിദാറാണ്, നല്ല തുണിയാണെന്നൊക്കെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇന്നലത്തെ വ്ളോഗ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഈ ചുരിദാറിൻ്റെ. അപ്പോൾ അതാണ് ഇന്ന് ഇടുന്നത് കേട്ടോ. നമ്മൾ ആഷിഫ് എന്നെ കളിയാക്കിയാണ് കേട്ടോ, താത്ത ശരിക്ക് വീഡിയോ ഒക്കെ എടുത്തോളി, എല്ലാ ഭാഗവും ഒപ്പിയെടുത്തോളി എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ വെറുതെ അവനൊന്ന് കാണിച്ചതാണ്. അപ്പോൾ പന്തൽ ഇതാ കസാരയും ടേബിളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഒറ്റ കൗണ്ടർ കേട്ടോ, ഒറ്റ കൗണ്ടറിൽ ഇരിക്കാനുള്ള ആൾ തന്നെ ഉള്ളൂ. ഒരുപാട് ആളൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ. അവർ വരുന്നവരും ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ച് കൂടുന്നവരുള്ളൂ കേട്ടോ. അങ്ങനെ ഒരുപാട് ആളൊന്നുമില്ല, 10-30 പേരെ പരിപാടിയുള്ളൂ കേട്ടോ. അപ്പോൾ കൗണ്ടറൊക്കെ അതാ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇങ്ങനെ സൈഡിൽ ഡെസേർട്ടും ചായയും കോഫിയൊക്കെയാണ് വെക്കുന്നത്. അവരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ, പെണ്ണിൻ്റെ വീട്ടുകാരൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ തറവാട്ടുകളുണ്ട്. തറവാട്ടുകൾ വെച്ചാൽ ഇപ്പം അനിയന്മാരും വൈഫും ഇളാപ്പാരും 6 പേരുണ്ട് കേട്ടോ. അവരുണ്ട്. വന്നവർക്ക് വെൽക്കം ഡ്രിങ്ക്സ് അതേപോലെ നഗറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു പുതിയ ഫാമിലിയും കൂടി നമ്മളെ ഫാമിലിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ചെറിയ മോൻ്റെ കല്യാണമാണ്. ഇനിയിപ്പോൾ ഇതിൽ വേറെ കല്യാണം ഇല്ല, ഞങ്ങൾ ഇവിടെ ഈ തറവാട്ടിങ്ങളിൽ ഇനി വേറെ കല്യാണം ഇല്ല, ഇത് ലാസ്റ്റ് കല്യാണം കേട്ടോ. അപ്പോൾ അത് ഉഷാറാക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളത്. നിക്കാഹൊന്നും ഇപ്പം തന്നെ ഇല്ല കേട്ടോ. അത് കുറച്ച് കഴിഞ്ഞിട്ട് വീട് പണി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാമെന്നുള്ള തീരുമാനത്തിലാണ്. ഈ തീരുമാനങ്ങളൊക്കെ മാറുമെന്നുള്ള അറിയില്ല കേട്ടോ. അപ്പോഴത്തെ തീരുമാനങ്ങൾ അങ്ങനെയൊക്കെയാണ്. അതായത് ഭക്ഷണമൊക്കെ വിളമ്പിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഇനിയിപ്പോൾ കല്യാണം ഇനിയിപ്പോൾ അടുത്ത കല്യാണം തന്നെ പേരമക്കളൊക്കെ വലുതായിട്ടുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ മക്കളൊക്കെ വലുതായിട്ട് വേണം, അതേ മറ്റുള്ളവരുടെ മക്കളൊക്കെ വലുതായിട്ട് വേണം, പേരമക്കളൊക്കെ വലുതായിട്ട് വേണം. അപ്പോൾ ഫുഡൊക്കെ സപ്ലൈ ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ സപ്ലൈ ടീമൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്കൊന്നും അറിയണ്ട, നമുക്ക് വെറുതെ അങ്ങനെ അവരെ അവിടെ ഇരുത്തി നോക്കി നിന്നാൽ മതി. അത് ചെയ്യാനും ഇതിനൊക്കെ ആളുണ്ടല്ലോ. ഇതൊക്കെ നമ്മളെ ഇളാപ്പാരട്ടാ, പനനിയന്മാരാണ്. അവരെന്നെ കളിയാക്കണ്. ഞാൻ ക്യാമറ ഓൺ ആക്കിയപ്പോൾ കളിയാക്കണ്.
ഇത് നമ്മളെ കുഞ്ഞുട്ടി മാഷ് പറഞ്ഞാൽ ദുബായിൽ പ്രിൻസിപ്പാളാട്ടാ. ഇവർ നല്ല അഭിപ്രായട്ടാ, നല്ല മോട്ടിവേഷൻ തരും എനിക്ക്. ഇത് നമ്മൾ റെസിപ്പി ഇതട്ടാ. മെനു കാർഡ് ഇതാ, കുറച്ച് ഐറ്റംസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എന്താ വന്നവരൊക്കെ പോയി ഭക്ഷണം കഴിച്ച് പിന്നെ ഞങ്ങൾ വീട്ടുകാരൊക്കെ ഇരുന്ന് കഴിക്കുന്നു. വൈകുന്നേരത്തെ ഒരു ഭക്ഷണമായതുകൊണ്ട് നമുക്ക് ഹെവി ആയിട്ട് അങ്ങനെ കഴിക്കാനൊന്നും കഴിയില്ല. കാരണം നമ്മൾ ഈ സമയത്ത് നമ്മൾ അങ്ങനെ ഹെവി ആയിട്ട് കഴിക്കില്ലല്ലോ. നമ്മൾ ഉച്ചക്ക് പിന്നെ കഴിഞ്ഞാൽ രാത്രിയാണ് കഴിക്കല്. 8 മണി 9 മണി എത്തിയതാണ് ഞാൻ കഴിക്കല് സാധാരണ. അപ്പോൾ പിന്നെ അങ്ങനെ ചെറുതായിട്ട് വെള്ളപ്പം കറിയൊക്കെ എടുത്ത് കഴിക്കാൻ കേട്ടോ. കൂടുതലായിട്ടുള്ള റൈസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഡെസേർട്ട് ഐസ്ക്രീം പുഡിങ്ങൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു വട്ടം കൂടലട്ട എല്ലാവരും അവർ വന്നവർ പോയല്ലോ. പിന്നെ ഞങ്ങൾ തറവാട്ടയിലും ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു വട്ടം കൂടലട്ട. വട്ടം കൂടൽ പറഞ്ഞാൽ ഈ വട്ടം കൂടൽ രാത്രി 9 മണി 10 മണി വരെ ഉണ്ടായിട്ടുണ്ട്. സംസാരവും കാര്യം ചിരിയും കളിയും എന്താ കുറച്ച് വലിയവരൊക്കെ സിറ്റൗട്ടിൽ ഇരുന്നിട്ടുണ്ട്. പിന്നെ ടീനേജ് പ്രായമൊക്കെ ഉള്ളിൽ ഇരുന്നിന്ന്. പിന്നെ കുട്ടികളൊക്കെ പുറത്ത് ഇങ്ങനെ കളിക്കുന്നുണ്ട്. എല്ലാവരും സെക്ഷനായിട്ട് എല്ലായിടത്തും ഇരുന്ന് കണ്ട് ഭയങ്കര കഥ പറച്ചിലും കാര്യങ്ങളൊക്കെ കേട്ടോ. എന്താ ടീനേജേഴ്സ് ഇതായിരിക്കണം കണ്ടില്ല. എൻ്റെ ഷാനുട്ടൻ്റെ പ്രായക്കാർ അങ്ങനത്തെവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ പേരമക്കൾ അതിൽ പ്രായമുള്ളവരും പ്രായമില്ലാത്തവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രക്കുള്ളൂ, ചെറിയൊരു വ്ളോഗായിട്ട് ചെയ്തെന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് വിശേഷങ്ങൾ എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ പിന്നെ അടുത്ത ഇതിൽ കാണിക്കാം. ഓക്കെ, താങ്ക് യു.